അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ വിഷു ഒക്കെ അടിച്ചു പൊളിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കൊരു സദ്യ കഴിച്ചാലോ? നമ്മളൊരു വിഷു സദ്യയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇതൊരു വിഷു സദ്യ കിറ്റാണ്. മൃണാളേട്ടൻ്റെ കോക്കോക്കിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതിപ്പോൾ വിഷുവിന് മാത്രമായിട്ടുള്ളൊരു സ്പെഷ്യൽ സദ്യ കേട്ടോ. അപ്പോൾ നമുക്ക് സദ്യ പൊട്ടിച്ച് നോക്കാം. അതിൻ്റെ കൂടെ വാഴയിലയുണ്ട്, അടിപൊളി. ഏകദേശം ഒരു 20 കൂട്ടാനുകളോളം ഉണ്ട്. അതൊക്കെ ഈ കിറ്റിനകത്ത് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ 2 സദ്യ കിറ്റ് വാങ്ങിച്ചു. ഒരു സദ്യ കിറ്റ് 2 പേർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ 2 വാങ്ങിച്ചു. 3 പേർക്ക് അത് ധാരാളമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഓരോന്നായിട്ട് കറികളൊക്കെ നിരത്തി വെക്കാം. ഇത് പച്ചടിയാണ് തോന്നുന്നുണ്ടോ. പിന്നെ മോരുണ്ട്, പപ്പടം, പിന്നെ കുറേ കൂട്ടാനുകളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നിരത്തി വെക്കാം. ഏകദേശം ചോറ്, നെയ്യും പരിപ്പും അത് ഒരുമിച്ചാട്ടോ. പിന്നെ സാമ്പാർ, പുളിശ്ശേരി, കൂട്ടുകറി, അവിയൽ, കാളന്, ചോറ്, പച്ചടിയുണ്ട്, കിച്ചടി, തോരനുണ്ട് 2, പിന്നെ പുളിയിഞ്ചിയുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, മാങ്ങ അച്ചാർ, രസം, കായ വറുത്തതുണ്ടായിരുന്നു, ശർക്കര വരട്ടി, പച്ചമോര്, പരിപ്പ് പ്രഥമൻ, പിന്നെ പാലട ഉണ്ടായിരുന്നു, പിന്നെ പപ്പടമുണ്ട്, പായസം, ഉപ്പും, പിന്നെ ലാസ്റ്റ് നമ്മുടെ വാഴയില. ഇത്രയും ഐറ്റംസാണ് ഈ ഒരു കിറ്റിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കെല്ലാം നല്ല നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തേക്കുന്നത്. ഇഷ്യൂസ് ഒന്നുമില്ല, ലീക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിത് എല്ലാം ഇലയിലോട്ട് ഇനി നിരത്തി വെക്കാം. സോ പായസമാണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഞാൻ അടപ്പെല്ലാം തുറന്നു വെച്ചിട്ടുണ്ട്. കാണാൻ സാധിക്കും, കാണുമ്പോൾ തന്നെ കൊതിയാകുന്നു. അപ്പോൾ നമ്മുടെ ഇലയിലെല്ലാം വിളമ്പി വെച്ചു. ഞാനത് കറക്റ്റ് ഓർഡറിലൊന്നും അല്ല കേട്ടോ വിളമ്പിക്കുന്നത്, വീട്ടിലാണല്ലോ. അപ്പോൾ നമുക്കിഷ്ടമുള്ള പോലെ കഴിക്കാമല്ലോ. ജസ്റ്റ് ഒരു ഏകദേശം ഒരു ഭംഗിയുള്ള രീതിയിലൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ചോറിൻ്റെ ഓപ്ഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. 2 പായസമാണ് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ മോരും രസവും കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൂട്ടാൻ മോരും രസവും സാമ്പാറുമാണുള്ളത്. 2 പായസം അടിപൊളിയായിരുന്നു. അപ്പോൾ കൂട്ടാനെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ലൊരു ഹോംലി ടച്ചും ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാം. പക്ഷേ ഇന്ന് ഒരു ദിവസത്തിന് മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. സദ്യയായിട്ട് എനിക്ക് അവർ സെർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കെല്ലാം ടേസ്റ്റ് വൈസ് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ആയിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് 2 കിറ്റ് ധാരാളമായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഒരു കിറ്റ് വെച്ച് ലക്ഷറി ആയിട്ട് കഴിക്കാം. 2 പേർക്കാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല സദ്യ ആയിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.